നമസ്കാരം. ഇന്നത്തെ വിഷയം തന്നെ നമ്മൾ ഓരോ വീടുകളിലും ഇന്ന് നടക്കുന്ന നെഗറ്റീവ് വിഷയങ്ങളെക്കുറിച്ച് പറയാം. കാരണം ഇന്ന് ഓരോ വീടുകളിലും പ്രശ്നങ്ങളുടെ കൂമ്പാരമാണ്. ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും അത് പര്യവസാനിപ്പിക്കുന്നതൊക്കെ നമ്മളുടെ ജീവിത രീതികളുടെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു ദിവസത്തിൻ്റെ തുടക്കത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഒരു മനുഷ്യൻ രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ അധ്വാനിക്കുന്നത് തന്നെ എല്ലാവരും ജീവിത മാർഗങ്ങൾ സന്തോഷമാക്കാനാണ്. അപ്പോൾ സന്തോഷകരമാകുന്ന ആ ജീവിത മാർഗങ്ങൾക്ക് തടസ്സമുണ്ടാകുന്ന തരത്തിൽ ഓരോ വിഷയങ്ങളും ഓരോ ഗൃഹത്തിൽ വന്നു കഴിഞ്ഞാൽ ആ ഗൃഹനാഥനും ആ ഗൃഹനാഥയ്ക്കും അസ്വസ്ഥയുണ്ടാക്കും. അപ്പോൾ രാവിലെ തന്നെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ആ ഗൃഹത്തിലേക്ക് ഗുളികൻ്റെ പ്രവേശനം കയറുന്നതോടുകൂടിയാണ്. എങ്ങനെയാണ് ഗുളികൻ കയറുക? രാവിലെ ഭർത്താവ് എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ക്ഷേത്രദർശനത്തിലേക്ക് പോകാൻ നേരത്ത് ഭാര്യ പറയും, നിങ്ങൾ എവിടെയാണ് പോകുന്നത്? ഇപ്പോൾ ഈ രാവിലെ പോയിട്ട് ഇപ്പോൾ എന്ത് കിട്ടാനാണ് എന്ന് ചോദിക്കുമ്പോൾ ആ ക്ഷേത്രത്തിലേക്ക് പോകുന്നവൻ്റെ മനസ്സ് പെട്ടെന്ന് കലുഷമാകുകയാണ്. ആ കലുഷത കൊണ്ട് പെട്ടെന്ന് അവൻ ക്ഷോഭിക്കുകയും അവൻ അന്ന് ചെയ്യേണ്ടതായ കർമ്മങ്ങളും ധർമ്മങ്ങളെല്ലാം അവൻ്റെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. അങ്ങനെ അവർ തമ്മിൽ വാക്കേറ്റമാകുന്നു, പ്രശ്നങ്ങളാകുന്നു. ആ പ്രശ്നങ്ങൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു വിഷയം, ഒരു ദിവസം വീട്ടിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ വീടാകുന്ന ക്ഷേത്രത്തിന് ദുരിതങ്ങൾ ഉണ്ടാകുന്ന ഒരു കാരണമായി തീരുകയാണ്. അവിടെ മൊത്തം നെഗറ്റീവ് ആവുകയാണ്. അപ്പോൾ അതിനെയാണ് ഈ ഗുളികൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നെഗറ്റീവ് ഒരു വീട്ടിലോട്ട് കയറുമ്പോൾ ആ ഗൃഹത്തിലുണ്ടാകുന്ന പോസിറ്റീവ് എനർജി എല്ലാം പുറത്തു പോവുകയും നെഗറ്റീവ് എനർജി അകത്ത് കയറുകയും ചെയ്യും. പിന്നെ അന്നത്തെ ദിവസം അവിടെ മിണ്ടാട്ടമില്ല, ഒരു കാര്യം ഒന്നും വെക്കില്ല. അപ്പോൾ എന്താണ്? അഗ്നിയില്ല, ജലമില്ല, ഭക്ഷണമില്ല. ഇത്രയും കാര്യങ്ങൾ ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ വീട് ക്ഷയിച്ചു എന്നുള്ളതാണ് സൂചന. അതുകൊണ്ട് എല്ലാവരും അറിഞ്ഞിരിക്കണം, രാവിലെ ഒന്നും എഴുന്നേറ്റ് ബഹളങ്ങളൊന്നും വെക്കരുത്. ഒരു ഉച്ച കഴിഞ്ഞിട്ട് ബഹളം വെച്ചാലും കുഴപ്പമില്ല. പക്ഷേ രാത്രിയിൽ നിന്ന് ബഹളമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും ദേവീ ചൈതന്യത്തെ ബാധിക്കും, അത് വീണ്ടും പ്രശ്നങ്ങളാവും. അപ്പോൾ രാവിലെയും വൈകിട്ടൊക്കെ എല്ലാവരും നല്ല രീതിയിൽ ഇരിക്കണം എന്നാണ് പറയുന്നത്. നന്ദി, നമസ്കാരം.